നമസ്കാരം. ആദ്യം ഒരു ബൈറ്റ് കേൾപ്പിക്കാം. ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഹെലികോപ്റ്റർ യാത്ര കൊച്ചിയിലേക്ക് വന്നു, വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി, അതിനുശേഷം വീണ്ടും കൊച്ചിയിലേക്ക് വന്നു. ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹെലികോപ്റ്റർ യാത്രകളാണ് ഇതിപ്പോ കാലം മാറുമ്പോ കാറിന് പോയ ഹെലികോപ്റ്റർ എടുക്കും. കഴിഞ്ഞ സർക്കാർ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. ഇനിയൊരു പ്രസ്താവന വായിക്കാം. ഇത് 2023 ഓഗസ്റ്റ് 31 പ്രസ്താവനയാണ്. മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ ദൂരത്തിന്റെ അങ്ങേയറ്റം. രൂക്ഷ വിമർശനവുമായി വി ഡി സതീശൻ. സർക്കാരിന് ദൈനംദിന ചെലവുകൾക്കുള്ള പണം പോലും കണ്ടെത്താനാവുന്നില്ല. ഈ സാഹചര്യത്തിലും മാസം 80 ലക്ഷം രൂപ ചെലവിൽ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുകയാണ് ചെയ്യുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ഇനി ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന വാർത്ത കൂടി വായിക്കാം. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ കൊച്ചിയിൽ ഇറക്കാതെ തിരികെ തിരുവനന്തപുരത്തേക്ക് പോയി. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. പിന്നീട് കാലാവസ്ഥ സാധാരണ നിലയിലായതിനെ തുടർന്ന് 2:15 മടങ്ങിയെത്തി. ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഭാര്യാപിതാവ് വേലായുധൻകുട്ടിയെ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി അടിയന്തരമായി കൊച്ചിയിലെത്തിയത്. ഹെലികോപ്റ്ററിലെ ഈ നിലപാട് കൂടി വന്നതോടെ ഈ സർക്കാരിന്റെ എത്രാമത്തെ യൂട്ടേൺ ആണിതെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, സ്വകാര്യ ആവശ്യത്തിനായാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചത്. ഒരു തവണയല്ല, 2 തവണയാണ് ഇങ്ങനെ പോയതെന്ന് മാതൃഭൂമി വാർത്തയിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതിനെ എന്ത് പേരിട്ടാണ് നാം വിളിക്കേണ്ടത്? എന്ത് ധൂർത്തെന്ന് ഇതിനെ നമുക്ക് പറയാനാകും? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതിനെ ധൂർത്തെന്നായിരുന്നു വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം വിളിച്ചത്. എന്നാൽ ആ വിളി ഇപ്പോൾ തിരിഞ്ഞുകുത്തുകയാണ്.